ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആലു ബോണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്, പക്ഷേ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 2 ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടി റൈസ് ഫ്ലോർ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് 1/4 കപ്പ് വെള്ളം പാകത്തിനാകുന്നുണ്ട്. വേണമെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അത്ര തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് നമ്മൾ സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറില്ല ആ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് ബാറ്റർ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, കുറച്ച് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു പാത്രം നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1-2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്. വെന്ത് ജസ്റ്റ് ഒന്ന് വടയുന്ന പരുവത്തിൽ വേവിച്ചെടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 പൊട്ടാറ്റോ ആണ് കേട്ടോ ഞാൻ എടുത്തത്. മീഡിയം സൈസിലുള്ള 4 പൊട്ടാറ്റോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പൊട്ടാറ്റോയും മസാലയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ളതിന് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ബോൾസാക്കി എടുക്കാനുണ്ട്. പിന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ സവാളയിലോട്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് പാകത്തിന് മതിയാകും. അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ബോൾസാക്കാൻ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ, ലൂസൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്നാൽ പോലും ഞാനൊരു 2 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ബോൾസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ പൊട്ടാറ്റോ പീസസ് കുറച്ച് വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കാം. ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിൽ ബോൾസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബോൾസാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഈ ഒരു സൈസിൽ 25 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ എണ്ണയിലോട്ട് ഇട്ട പാടെ തന്നെ അങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കണ്ട, കുറച്ചൊന്ന് കഴിയുമ്പോൾ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഒരു സൈഡ് മൊരിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് മാറ്റാം. നല്ല പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ വലിയ ബോണ്ടയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈസ് വലുതാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ആലു ബോണ്ടയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.